ഇന്ത്യ ചൈന വിമാന സർവീസ് ഉടൻ പുനരാരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ചൈനയുമായുള്ള ബന്ധം മാനവരാശിയുടെ പുരോഗതിക്ക് അനിവാര്യമാണെന്നും അത് നന്നായി കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, മാനവരാശിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പുരോഗതിക്ക് അനിവാര്യമാണ് ചൈനയുമായുള്ള ബന്ധം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഉച്ചകോടിയിൽ പ്രധാന തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും നിർണായകമായ കൂടിക്കാഴ്ച ഇപ്പോൾ ചൈനയിലെ ടിയാൻജനിൽ പൂർത്തിയായിരിക്കുകയാണ്. 7 വർഷത്തിന് ശേഷമാണ് മോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ഏതായാലും നിർണായകമായ പുരോഗതി ഈ ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്കറിയാം, ഈ ഗാൽവാൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ ചൈനയിലേക്കുള്ള അതുപോലെ തന്നെ കോവിഡും ഒക്കെ വന്നതിന് പിന്നാലെ ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ, നേരിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ അത് പുനരാരംഭിക്കുമെന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി വന്നിട്ടുള്ളത്. അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളത്, ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി അറിയിക്കുന്നത്, ഈ ചർച്ചയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ചൈനയുമായുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നന്നായി തന്നെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകും. മാനവരാശിയുടെ പുരോഗതിക്ക് ചൈനയുമായുള്ള ബന്ധം അനിവാര്യമാണ് എന്നുകൂടി മോദി ഈ ചർച്ചയിൽ കൂട്ടിച്ചേർത്തു. മാത്രമല്ല, നിലവിൽ ഇന്ത്യയും ചൈനയുടെയും അതിർത്തികളിൽ സ്ഥിതികൾ ശാന്തമാണ്. ശാന്തമായ അന്തരീക്ഷമാണ് ഇരു അതിർത്തികളിലും നിലവിലുള്ളത്. മാത്രമല്ല, ഇനി അവിടെ ശാന്തത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള, അതിർത്തി തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ് ടിയാൻജനിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 40 മിനിറ്റാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടു നിന്നത്. ഏതായാലും ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം ഈ വിമാന സർവീസുകൾ, ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൂടിക്കാഴ്ചയിൽ. ഏതായാലും ഇനി ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അടക്കം വരേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ അതും ലഭ്യമാകും. ഏതായാലും ഒരു പോസിറ്റീവായ ചർച്ച തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, വ്യക്തമാണ് ആന്റണി.